നല്ല എരിവുള്ള ചെമ്മീൻ മസാല അഥവാ കൊഞ്ച് മസാല അപ്പത്തിൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റി ആയിരിക്കും അല്ലേ. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു നാടൻ ചെമ്മീൻ മസാലയാണ്. ഇതൊരു നാടൻ രീതിയിലുള്ള ചെമ്മീൻ മസാലയാണ്, കേരള സ്റ്റൈലിലുള്ളത്. ഇതുപോലെ ഞാൻ വേറൊരെണ്ണം വ്യത്യസ്തമായിട്ടുള്ള ഒരു ചെമ്മീൻ മസാല അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അത് കൂടെ ഒന്ന് നോക്കാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും സതേൺ മെനുവിലേക്ക് സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ എൻ്റെ പേര് നീതു. ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. കൂടെയുള്ള ബെല്ലൈക്കൻ മറക്കാതെ ക്ലിക്ക് ചെയ്യണേ. അപ്പോൾ നമുക്ക് പ്രോൺസ് മസാല അഥവാ നമ്മുടെ ചെമ്മീൻ മസാല തയ്യാറാക്കാം. അപ്പോൾ ഞാനിവിടെ 1/2 കിലോ ചെമ്മീൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇതിനകത്തേക്ക് ഞാൻ ഉപ്പ് ചേർത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഉപ്പിട്ട് കൊടുക്കുക. അതേപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. പിന്നെ എരിവിന് ആവശ്യത്തിന് മുളക് പൊടി. ഇപ്പം ഞാനിവിടെ ഒരു സ്പൂണോ ഏകദേശം ഒരു 1.5 സ്പൂണ് ഞാൻ മുളക് പൊടി ചേർത്തിട്ടുണ്ട്. ഒരു ചെറിയ സ്പൂണാണ് കേട്ടോ, ഒരു 1.5 സ്പൂണ് മുളക് പൊടി ചേർത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ട് ഏകദേശം ഒരു 1/2 മുതൽ 1 മണിക്കൂർ വരെ ഒന്ന് മാറ്റി വയ്ക്കുക. അപ്പോൾ ആ ഉപ്പും മസാലയൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മളിത് ആദ്യം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ പോവുകയാണ് കേട്ടോ. അതിന് ശേഷം നമുക്ക് മസാല ഉണ്ടാക്കാം. അപ്പോൾ ഞാനിതൊരു 1/2 മണിക്കൂർ ഇവിടെ മാറ്റി വയ്ക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഞാനിവിടെ 3 സവാള ചെറുതായിട്ട് കൊത്തി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ നമുക്ക് തക്കാളി വേണം. തക്കാളി ഞാൻ 2 മീഡിയം സൈസുള്ള തക്കാളി എടുത്തിട്ടുണ്ട്. പിന്നെ പച്ചമുളക് എരിവിനനുസരിച്ചിട്ട് എടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിവിടെ 2 വലിയ പച്ചമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്. ഏകദേശം ഒരു 1.5 ടേബിൾ സ്പൂൺ വരെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എടുക്കുക. പിന്നെ പൊടികൾ നമുക്ക് പിന്നീട് ചേർത്ത് കൊടുക്കുക. പിന്നെ നമുക്ക് ആദ്യം ഒന്ന് ചെമ്മീനൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു പാൻ ചൂടാക്കാൻ വയ്ക്കുക. പാൻ ചൂടായതിന് ശേഷം നമുക്കിതിനകത്തേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ വെളിച്ചെണ്ണയാണ് എടുക്കുന്നത്. അത് ഏകദേശം 2-3 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ചൂടായതിന് ശേഷം നമ്മൾ ചെമ്മീൻ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ ചെമ്മീൻ അറിയാലോ, ഒരുപാട് നേരം വേവിക്കാൻ പാടില്ല. അത് പിന്നെ ഒരു റബ്ബർ പോലെ ആയിപ്പോവും. അതുകൊണ്ട് ജസ്റ്റ് എണ്ണയിലിട്ടിട്ട് ഒന്ന് മൊരിഞ്ഞ് വന്നതിന് ശേഷം നമ്മൾ ഇത് പാനിൽ നിന്ന് മാറ്റണം. ഏകദേശം 2 മുതൽ 3 മിനിറ്റ് വരെ നമ്മൾ ഇട്ട് കൊടുത്താൽ മതിയാവും. ബാക്കി നമുക്ക് മസാലയിൽ കിടന്ന് ചെമ്മീൻ വേവിക്കാം. അപ്പോൾ ആ ഒരു ഇത്ര സമയം പ്രത്യേകം നോക്കണം കേട്ടോ. അപ്പോൾ അധികം വേവിക്കാൻ പാടില്ല. ഒരു സൈഡ് ഒന്ന് ചൂടായി വന്നതിന് ശേഷം നമ്മൾ മറ്റേ സൈഡിലേക്ക് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. ഞാൻ പറഞ്ഞല്ലോ, ജസ്റ്റ് 2-3 മിനിറ്റ് മാത്രം ചൂടാക്കിയാൽ മതി. എണ്ണയിലിട്ടിട്ട് മീഡിയം ഫ്ലെയിമിലിട്ടിട്ടാണ് ഞാൻ ഫ്രൈ ചെയ്യുന്നത്. ഒരുപാട് നേരം ഫ്രൈ ചെയ്യരുത് കേട്ടോ. അപ്പോൾ ഇത് പൊരിഞ്ഞ് വന്നതിന് ശേഷം നമ്മൾ വേറെ പാത്രത്തിലേക്ക് അങ്ങ് ഇതുപോലെ ബാക്കി വന്ന ചെമ്മീൻ കൂടെ ഞാനൊന്ന് ഫ്രൈ ചെയ്തെടുക്കുവാണ്. അപ്പോൾ അതും ഇതേപോലെ 2 സൈഡും തിരിച്ചിട്ടിട്ട് വളരെ കുറച്ച് നേരം ഏകദേശം ഒരു 3 മിനിറ്റ് വരെ ഞാൻ ഫ്രൈ ചെയ്യുന്നുള്ളൂ. അത് ഞാൻ വേറെ പാനിലേക്ക് മാറ്റി വയ്ക്കുവാണ്. ഇനി ഇതേ പാനിലേക്ക് തന്നെ ഞാൻ വീണ്ടും എണ്ണ ഒഴിച്ച് കൊടുക്കുവാണ് കേട്ടോ. ഇതിൽ തന്നെയാണ് ഞാൻ മസാല ഉണ്ടാക്കുന്നത്. കാരണം നമ്മൾ ചെമ്മീൻ ഫ്രൈ ചെയ്ത എണ്ണയിൽ അതിൻ്റെ ടേസ്റ്റൊക്കെ ഉണ്ടാവും. അപ്പോൾ അതേ പാനിലേക്ക് തന്നെ ഞാൻ എണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ്. ഏകദേശം 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമ്മൾ കൊത്തി അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാള കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് 3 മീഡിയം സൈസുള്ള സവാളയാണ് കേട്ടോ. അത് ഇതുപോലെ കൊത്തി അരിഞ്ഞിട്ട് തന്നെ ചേർക്കാം. സ്ലൈസ് ചെയ്യാൻ നിൽക്കരുത്. ഇതാണ് ടേസ്റ്റ്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അത്യാവശ്യം നന്നായിട്ടൊന്ന് ചുരുങ്ങി വരണം. അപ്പോഴായിരിക്കും നമ്മുടെ ചെമ്മീൻ മസാലയ്ക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടുക. അപ്പോൾ ഇത് നോക്കിയിട്ട് നമ്മുടെ സവാളയൊക്കെ നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിനകത്തേക്ക് പച്ചമുളക് ചേർക്കുവാണ്. അതേപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിൻ്റെ രണ്ടിൻ്റെയും ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ ഞാനിവിടെ 1.5 ടേബിൾ സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഏകദേശം 2 പച്ചമുളകും ചേർത്തിട്ടുണ്ട്. പച്ചമുളക് എരിവിനനുസരിച്ചിട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിനകത്തേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറിയതിന് ശേഷം നമുക്കിതിനകത്തേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 തക്കാളി എടുത്തിട്ടുണ്ട്. ചെറിയ 2 തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ആ തക്കാളിയൊക്കെ നന്നായിട്ട് ഉടഞ്ഞ് വരണം. കൂടെ ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, നമ്മൾ ഓൾറെഡി ചെമ്മീനകത്ത് ഉപ്പ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഗ്രേവിക്ക് ആവശ്യമുള്ള ഉപ്പ് മാത്രം ചേർത്താൽ മതിയാവും.
അപ്പോൾ എല്ലാം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട് ഞാൻ. ഇനി ഇതിനകത്തേക്ക് നമ്മൾ പൊടികളാണ് ചേർക്കേണ്ടത്. അപ്പോൾ ഒരു കാര്യം ഓർക്കുക, നമ്മൾ ചെമ്മീനകത്ത് മുളക് പൊടി ചേർത്തിട്ടുണ്ട്. അപ്പോൾ അതിന് കുറച്ച് എരിവുണ്ടാവും, അതിനനുസരിച്ചിട്ട് വേണം ഇവിടെ ചേർക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല എരിവുള്ള മുളക് പൊടിയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ എരിവിനനുസരിച്ചിട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ ഏകദേശം 1 സ്പൂണ് മല്ലിപ്പൊടി കൂടി ചേർത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, ഇത്രയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എരിവിൻ്റെ കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. നിങ്ങളെ കയ്യിലുള്ള കുരുമുളക് പൊടിയുടെ എരിവിനനുസരിച്ചിട്ട് വ്യത്യാസം വരുത്തുക അളവിൽ. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ആ പൊടികളുടെ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറണം. ഇനി ഇതിനകത്തേക്ക് ഞാൻ കുറച്ച് വെള്ളം ചേർത്തിട്ടുണ്ട്. ഒരുപാടൊന്നും വേണ്ട, 1 ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇത് ചെറുതായിട്ടൊന്ന് തിളച്ച് വരണം. ഇത് നോക്കിയിട്ട് നമ്മുടെ ഗ്രേവി നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചെമ്മീൻ ഉണ്ടല്ലോ, അത് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഗ്രേവി എപ്പോഴും നല്ല തിക്കായിട്ട് വേണം കേട്ടോ. ഒരുപാട് വെള്ളമാക്കരുത്, ടേസ്റ്റ് കാണില്ല. നല്ല തിക്കായിട്ടിരിക്കുന്നതാണ് അതിൻ്റെ ഒരു ടേസ്റ്റ്. അപ്പോൾ എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് ഒന്ന് തിളപ്പിക്കാം. ആ ചെമ്മീനിലേക്ക് ഇതിൻ്റെ ഒരു മസാലയൊക്കെ ഒന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ജസ്റ്റ് ഒന്ന് അടച്ചു വെച്ചൊന്ന് തിളപ്പിച്ചെടുക്കുക. അപ്പോൾ ഇത് നോക്കിക്കേ, നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ചെമ്മീൻ മസാല റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്കിപ്പോൾ കാണുമ്പോൾ തന്നെ അറിയാം, നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലെ വേറൊരു ചെമ്മീൻ റോസ്റ്റ് വേറൊരു രീതിയിൽ ഞാൻ ചെയ്തത് ഓൾറെഡി ഞാൻ ഇതിനകത്ത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതും കൂടെ ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ എന്നെ കമൻറ്റിൽ അറിയിക്കണം കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ.